എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിയമസഭാ ഇലക്ഷൻ വോട്ടെടുപ്പൊക്കെ കഴിഞ്ഞതോടുകൂടി ക്ഷേമ പെൻഷൻ വിതരണത്തിൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ വരുന്നത്. വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളെ കുറിച്ചും പുതുതായിട്ട് ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നിലവിൽ ഏപ്രിൽ മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ച് ഏപ്രിൽ 25 സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. കഴിഞ്ഞ 2 മാസങ്ങളിലും 20-ാം തീയതിക്ക് മുൻപായിട്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം പൂർത്തിയായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ കഴിഞ്ഞതോടുകൂടി പെൻഷൻ വിതരണത്തിൻ്റെ വേഗത കുറഞ്ഞു പോയോ എന്ന ആശങ്കയിലാണ് പെൻഷൻ ലഭിക്കുന്നവർ. ഏപ്രിൽ 25 ഈ മാസത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പ് ഉദ്യോഗസ്ഥർക്കോ പെൻഷൻ വിഭാഗത്തിനോ സർക്കാർ തലത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. സാധാരണയായി വിതരണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതാണെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പെൻഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ച് ഫണ്ട് അനുവദിച്ചാൽ മാത്രമേ വിതരണം നടത്തുവാൻ സാധിക്കൂ. നിലവിലെ സാഹചര്യം വെച്ച് ഏപ്രിൽ 27-ാം തീയതി തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ പെൻഷൻ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ. ഇന്നും ഉത്തരവ് വരാത്ത സാഹചര്യത്തിൽ തിങ്കളാഴ്ച ഉത്തരവ് വന്നാൽ പോലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുവാൻ സമയമെടുക്കുന്നതാണ്. അതിനാൽ തന്നെ ഏപ്രിൽ അവസാന തീയതികളിലാണ് ഇനി വിതരണം ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളത്. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായിട്ട് ബന്ധപ്പെടുത്തി അപേക്ഷിക്കുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏകദേശം 1 ലക്ഷത്തോളം അപേക്ഷകൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് അപേക്ഷിച്ച എല്ലാവരും ഈ മാസത്തെ വിതരണം സമയത്ത് തുക ലഭിക്കുന്നതല്ല. എന്നാൽ നേരത്തെ മുതൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിലെ വിതരണം നടക്കുകയാണ് എങ്കിൽ മുടക്കം കൂടാതെ തന്നെ ലഭിക്കുന്നതാണ്. ഫെബ്രുവരിയിൽ പെൻഷൻ ലഭിക്കുകയും മാർച്ചിൽ ലഭിക്കാതിരിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിൽ കുടിശ്ശിക അടക്കം 2000 രൂപ ലഭിക്കുവാനാണ് സാധ്യതയുള്ളത്. BPL റേഷൻ കാർഡ് ഉള്ള 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ കാര്യത്തിൽ ഏപ്രിൽ ആദ്യത്തെ 2 ആഴ്ചയിൽ തന്നെ ഈ മാസത്തെ വിതരണം പൂർത്തീകരിച്ചിരുന്നു. ഇനി മെയ് മാസത്തേത് അടുത്ത മാസം 25-ന് ശേഷമേ ക്ഷേമ പെൻഷൻ വിതരണം പ്രതീക്ഷിക്കേണ്ടതേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമായിരിക്കും പുതിയ സർക്കാരിൻ്റെ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസം വിതരണമായിട്ട് നമുക്കിവിടെ ലഭിക്കുന്നത്. എങ്കിലും അടുത്ത മാസത്തെ പെൻഷൻ നൽകുന്നതിനുള്ള മുൻകൂട്ടിയുള്ള ഉത്തരവ് സർക്കാർ ഇലക്ഷന് മുൻപേ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റ് വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇതുവരെ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയുള്ള ഗുണഭോക്താക്കളുടെ പെൻഷൻ തടയുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് അത് നൽകുവാനുള്ള അവസാന തീയതി സർക്കാർ നീട്ടി 2026 ജൂൺ 30 വരെ ആക്കിയിട്ടുണ്ട്. അതിനുള്ളിൽ നൽകാത്തവരുടെ പെൻഷൻ സസ്പെൻഡ് ചെയ്യുന്നതാണ്. പെൻഷൻ പദ്ധതിയിൽ ചേർന്ന ശേഷം ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിലോ നഗരസഭയിലോ നൽകാത്തവർക്ക് മാത്രമാണ് ഇത് ബാധകം. മറ്റ് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ പെൻഷന് അർഹതയുള്ളൂ. വിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനം ഇതിൽ കണക്കാക്കുന്നതല്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകിയിട്ടില്ല എന്ന് സംശയമുള്ളവർക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ എന്ന് സേവനയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.